ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാനൊരിക്കൽ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ തന്നെയാണ്. അനങ്ങുന്നില്ല സഹാബികളെ, പ്രവാചകരാ സുജൂദിൽ നിന്ന് ചലിക്കുന്നില്ല, സുജൂദിൽ തന്നെയാണ്. എത്ര സമയം കൊണ്ട് ഞാൻ നോക്കിയിരിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ നിന്നും എഴുന്നേറ്റിരുന്നെങ്കിലല്ല എന്ന് ഞാൻ കൊതിച്ചുപോയി, ഞാൻ പേടിച്ചുപോയി, സഹാബത്തെ പേടിച്ചുപോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നിട്ട് ഒരുപാട് നേരമായിരിക്കുകയാ. അവസാനം ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോ ഞാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് എന്നിട്ട് ചോദിച്ചു, നബിയേ, എന്തിനാണ് റസൂലേ അങ്ങ് ഇത്രത്തോളം സമയം ചെലവഴിച്ചത് സുജൂദിൽ കിടന്നത്? നബിയേ, എന്തിനാണ് ഇത്രയും സമയമെടുത്ത് സുജൂദ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അശ്രുഗണങ്ങൾ ഒഴുക്കിയിട്ട് പ്രിയപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അബൂ ഹുറൈറ, എനിക്ക് അല്ലാഹു ഒരു സന്തോഷ വാർത്ത പറഞ്ഞതുകൊണ്ടാണ് അബൂ ഹുറൈറ. ഇത് ശുക്റിന്റെ സുജൂദായിരുന്നു, ഇത് നന്ദിയുടെ സുജൂദായിരുന്നു. എനിക്കുണ്ടായ സന്തോഷം കൊണ്ട് അല്ലാഹുവിന് ഞാൻ നന്ദി കാണിച്ച സുജൂദായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, അങ്ങേക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടായ വാർത്തയൊന്ന് പറഞ്ഞു തരുവോ? അങ്ങയുടെ മനസ്സിൽ ഇത്രയും വലിയ സന്തോഷമുണ്ടാകിയ വാർത്ത ഈ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ആരംഭ റസൂൽ പറയുകയാണ്, അറിയണേ അബൂ ഹുറൈറ, എന്റെ പ്രിയപ്പെട്ട ഉമ്മത്താരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയ മൻ സ്വല്ലാ അലയ്യ സ്വലാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആണോ പെണ്ണോ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് അല്ലാഹു 10 നന്മ നിർബന്ധമായും കൊടുക്കുമെന്ന് ജിബ്രീൽ എന്റെ അടുത്ത് വന്നു പറഞ്ഞു. നബിയേ, എന്റെ അടുത്ത് വന്നു പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, അത് ഉമ്മത്തിന് കിട്ടുന്ന ഗുണമല്ലേ, അത് ഉമ്മത്തിന് കിട്ടുന്ന ഗുണമല്ലേ, അതിനെന്തിനാണ് അങ്ങ് ഇത്രയും സുജൂദ് ചെയ്തത്? അത് ഉമ്മത്തിന് കിട്ടുന്ന ഗുണമല്ലേ? അങ്ങയുടെ പേരിൽ ഒരു സലാത്ത് ചെല്ലുമ്പോ ഉമ്മത്തിന് കിട്ടുന്നത് 10 നന്മയാ. പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്നവർക്ക് കിട്ടുന്നത് 10 നന്മയാ. ഔസാദ് ബാക്കവിയുടെ ഹുബ്ബുർ റസൂൽ തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ ഇടയിൽ ഇങ്ങനെ ആരംഭ റസൂല് നബി മുഹമ്മദ് മുസ്തഫ ഇത് പറയുമ്പോ അലമാലകളെ പോലെ അലവല്ലി വരുന്ന ഇരമ്പുന്ന ശബ്ദവുമായിട്ട് പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ട ജനസാഗർ ഒരുമിച്ചിരുന്നുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ, ഒറ്റ പ്രാവശ്യം പറയുമ്പോ 10 നന്മ നിനക്ക് അല്ലാഹു തരുമെന്ന് പറഞ്ഞപ്പോ അതിന് പകരം നന്ദിയുടെ സുജൂദ് ചെയ്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയുടെ സുജൂദ് ചെയ്തു. എന്തിനെന്നറിയോ? എന്റെ ഉമ്മത്തിന് കിട്ടുന്ന ഗുണമുണ്ടല്ലോ, എന്റെ ഉമ്മത്തിന് കിട്ടുന്ന നേട്ടമുണ്ടല്ലോ, അതിലേറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്കൊരു നല്ല വീടുണ്ടായാ സന്തോഷിക്കുന്ന റസൂലാ, നിനക്ക് മക്കളുണ്ടായാ സന്തോഷിക്കുന്ന റസൂലാ. നിന്റെ മനസ്സൊന്ന് ഉരുകിപ്പോയോ, നിന്റെ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞു പോയോ, മദീനയുടെ റൗള ശരീഫിൽ ആ കണ്ണീരിന്റെ ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ പ്രതിധ്വനി അവിടെ എത്തുമെന്ന് ലോകത്തെ പഠിപ്പിച്ച നബിയെ മുഹമ്മദ് മുസ്തഫ. എന്ത് തിരിച്ചു കൊടുക്കും പട്ടാഭിക്കാരെ? ആ ഹുബ്ബുർ റസൂലിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കും? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ലോകത്ത് മുഴുവനും എത്ര അളന്നാലും മതിവരാത്ത, എത്ര കണക്ക് കൂട്ടിയാലും മതിവരാത്ത പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ ആഴക്കടലിന് മാണിക്യ മുത്തുകൾ വിളമ്പിക്കൊടുത്താലും മതിവരാത്ത പ്രവാചക പ്രേമമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൽബിലുണ്ടാകേണ്ടത്. ഒരു ഉമ്മാക്ക് കൊടുക്കുന്ന പോലെയല്ല, ഒരു വാപ്പാക്ക് കൊടുക്കുന്ന പോലെയല്ല, മക്കൾക്ക് കൊടുക്കുന്ന പോലെയല്ല, ലോകത്താർക്കും കൊടുക്കുന്ന പോലെയല്ല. മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കേണ്ടത് അറിവിന്റെ നിറകുടമായ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ, എന്റെ പ്രിയപ്പെട്ട അലിയേ, എന്റെ പ്രിയപ്പെട്ട അലിയേ, നീ എന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അലിയേ?
നബിതങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാ, എന്നെ നീ എങ്ങനെയാണ് കണക്കാക്കുന്നത് അലിയേ? എന്നെ നീ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അലിയേ? നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് നീ തന്നിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചൊന്ന് പറയുമോ അലിയേ? മഹാനായ അലി റളിയല്ലാഹു അൻഹു കരയുകയാ. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് ആരംഭ റസൂലിനോട് പറഞ്ഞിരുന്നെന്നറിയോ? അഫ്ളലു മിൻ അംവാലിനാ വ ഔലാദിനാ വ അഹ്ലിനാ. നബിയേ, എന്റെ സ്വത്തിനെക്കാളും എന്റെ മക്കളെക്കാളും എന്റെ കുടുംബത്തെക്കാളും എന്റെ സർവസ്വത്തെക്കാളും എന്റെ സർവത്തിനേക്കാളും നബിയേ 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 അങ്ങന്റെ മനസ്സിലുണ്ടെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ. ഓരോ സഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, എങ്ങനെയാ നിന്റെ മനസ്സിൽ നീ കണക്കാക്കുന്നത്? എങ്ങനെയാണ് എന്നെ കണക്കാക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സർവരോടും ചോദിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് അതിർവരമ്പുകളില്ലാത്ത പ്രേമാനുരാഗത്തിന്റെ എല്ലാ കടമ്പകളും കടന്ന് അത്ഭുതത്തിന്റെ ചിറക് വെച്ച് അനുരാഗത്തിന്റെ തോണി നീന്തി കടന്നു പോയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്ര പറഞ്ഞാലും മതി വരാത്ത പ്രേമകാവ്യം ഉള്ളിന്റെ അകത്ത് കൊണ്ട് നടന്ന് പൊട്ടിക്കരഞ്ഞവര്, എത്ര പറഞ്ഞാലും മതി വരാത്ത പ്രേമ സായുജ്യത്തിന്റെ സുഖം അനുഭവിച്ചവര്, എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതി വരാത്ത ചരിത്രത്തിന്റെ ഉടമസ്ഥന് ഈ ലോകപ്പെരുന്ന് വിട പറഞ്ഞിട്ട് റൗള ശരീഫിന്റെ മുമ്പിൽ ആ മയ്യത്ത് കൊണ്ടുവച്ചപ്പോ അല്ലാഹുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് ചേർത്ത് വെക്കുക, ഹബീബിനെ ഹബീബിലേക്ക് ചേർത്ത് വെക്കുക. ലോകത്താർക്കാണ് ഈ മഹാഭാഗ്യം കിട്ടിയിരിക്കുന്നത്? ലോകത്താർക്കാണ് ഈ മഹാസൗഭാഗ്യം കിട്ടിയത്? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാത്രമാണ്. ഒരശരീരിയിലൂടെ റൗളാ ശരീഫിന്റെ ചാരത്തേക്ക് എന്റെ ഹബീബിനെ എടുത്തു വെക്കാ ഒരശരീരി മുഴങ്ങി കേട്ട ഒരേ ഒരു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്റെ കുറിച്ചുള്ള നിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ ജീവിതത്തില് ഏറ്റവും വലിയ ഇഷ്ടം എന്തെന്നറിയോ നബിയേ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം എന്തെന്നറിയോ? എന്റെ പട്ടാമ്പിയിലെ ഹുബ്ബ് റസൂൽ പ്രഭാഷണം കേൾക്കാമെന്ന ചെറുപ്പക്കാരാ, നിന്റെ മനോമുഖരത്തിന്റെ നൂറുകണക്കാറ് ഇഷ്ടങ്ങൾ നിന്റെ ഉള്ളിലുണ്ടല്ലോ. എന്തൊക്കെയാ നിന്റെ ഹോബികള്? എന്തൊക്കെയാ നിന്റെ ഇഷ്ടങ്ങള്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന നബിയേ, അന്നളുറു ഇലാ വജ്ഹിക, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുകയാ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാ, അതിന് മാത്രമെന്തേ ആ മുഖത്തുള്ളത്? അതിന് മാത്രമെന്തേ ആ മുഖത്തുള്ളത്? അതിന് മാത്രമെന്തേ ആ മുഖത്തുള്ളത്? അല്ലാഹുവേ, ആ മുഖമൊന്ന് കാണാതെ ഈ പാവപ്പെട്ട ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. പ്രസംഗം തുടങ്ങിയതിന്റെ അന്ന് മുതൽ ഇന്ന് വരെ ആയിരക്കണക്കിന് വേദികളിൽ ഹുബ്ബ് റസൂൽ പറഞ്ഞവരാ, റസൂലുള്ളാഹിയുടെ വഫാത്ത് പറഞ്ഞവരാ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞവനാ, കഥ പറയുന്ന മദീനയുടെ കഥ പറയുന്ന വഴികളിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിനെ വിരൽത്തുമ്പ് പിടിച്ചു കൊണ്ടുപോയവനാ. പുന്നാര നബിയെ കാണുന്നതെന്ന എന്ന പാട്ടിലോട് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളുടെ മനോമുഖരത്തിൽ പോലും ആ റൗളാ ശരീഫിന്റെ ചിത്രത്തെ പതിച്ചു വെച്ചു കൊടുത്തവനാ. അല്ലാഹുവേ അല്ലാഹുവേ, എത്ര കണ്ടാലും മതിവരാത്ത ആ ഭൂമുഖത്ത് പാവപ്പെട്ട ഞങ്ങൾക്ക് കൂടി ഒന്ന് കാണാൻ നീ വിധിക്കണേ തമ്പുരാനെ. എവിടെ പ്രസംഗമുണ്ടെങ്കിലും ആവേശത്തോടുകൂടി പഠിച്ചുകൂടുന്ന ഈ പട്ടാഭിയുടെ ഈ പള്ളിപ്പുറത്തിന്റെ പരിസരത്ത് പാലക്കാട് ജില്ലയിലും തൃശൂർ ജില്ലയിലുമായി പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടും ഒക്കെയായി നൂറുകണക്കിന് എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കള്, അല്ലാഹുവേ, ഒരു സ്വലാത്ത് ചെല്ലാമല്ലോ, ഒരു ദുആ കിട്ടുമല്ലോ, ഒന്ന് പൊട്ടിക്കരയാമല്ലോ, റൗളയിലേക്ക് ചിറക് വെച്ചൊന്ന് പറന്നു പോകാമല്ലോ. ഇന്ന് ഹുബ്ബ് റസൂലാണല്ലോ, പൈസ ചെല്ലാമല്ലോ, പ്രവാചകാനുരാഗത്തിന്റെ കവിത കേൾക്കാമല്ലോ എന്ന് പറഞ്ഞ ആവേശത്തോടെ പഠിച്ചുകൂടി പ്രിയപ്പെട്ട ജനസാഗരത്തിന് ഒരൊറ്റ പ്രാവശ്യം പടച്ചവരെ നിന്റെ നൂറാനിയത്തിന്റെ അലങ്കാരമേ നബി മുഹമ്മദ് മുസ്തഫ പടച്ചവനെ ഒന്ന് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരണേ അല്ലാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന നബിയേ,
എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടമെന്തെന്നറിയോ? പഠിക്കുക പെങ്ങളെ, പഠിക്കുക പെങ്ങളെ. എല്ലാ ഇഷ്ടങ്ങളെയും വലിച്ചെറിയുക, എല്ലാ മോഹങ്ങളെയും വലിച്ചെറിയുക, എല്ലാ ആഗ്രഹങ്ങളെയും ചീട്ടുകൊട്ടാരം പോലെ തള്ളിയിട്ട് പരിപ്പടമാക്കുക. എന്നിട്ട് കടന്നു വരിക. ഒരു പ്രവാചക പ്രേമിയാണെങ്കിൽ, ഒരു ആശിഖുർ റസൂലാണെങ്കിൽ, നിന്റെ മനസ്സിൽ എല്ലാവരുടെ ഏറ്റവും വലിയ ഇഷ്ടമേതാ? നബിയേ, ഒന്ന് കാരണം നബിയേ, അങ്ങയുടെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കണം നബിയേ, അങ്ങയുടെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കണം നബിയേ. നിസ്കാരത്തിന്റെ ഒന്നാമത്തെ സഫിന്റെ വലതുഭാഗത്ത് നിൽക്കാൻ എപ്പോഴും ഓടിയെത്തുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എപ്പോഴും ഓടിയെത്തുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ സഫിലെങ്ങാണമായി പോയാ പിന്നെ അന്ന് കരച്ചിൽ തീരൂല. ഒന്നാമത്തെ സഫിന്റെ വലത്തെ ഭാഗത്ത് തന്നെ ഇരിക്കണം. ഒരു ദിവസം ഇടതുഭാഗത്തായപ്പോ നബിയേ, എന്നെ ഒന്ന് വലതുഭാഗത്താക്കണം റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇടതുഭാഗത്ത് നിന്നാൽ എന്തേ പ്രശ്നം? ഒന്നാമത്തെ സഫിന്റെ ഇടതുഭാഗത്ത് നിന്നാൽ എന്തേ അബൂബക്കറേ പ്രശ്നം? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ നിസ്കാരത്തിന്റെ സലാം വീട്ടിയിട്ട് വലത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോ, ഒന്നാമത്തെ സഫിന്റെ വലതുഭാഗത്തിരിക്കുമ്പോ, നിസ്കാരം കഴിഞ്ഞ അങ്ങയുടെ മുഖമുണ്ടല്ലോ, ആ മുഖമൊന്ന് നോക്കിയിരിക്കാം. എന്ത് രസമാണ് നബിയേ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോ, ഞാൻ ഒന്നാമത്തെ സഫിന്റെ വലതുഭാഗത്തിരിക്കുമ്പോ, അങ്ങയുടെ പവിത്രമായ മുഖകമലത്തേക്കൊന്ന് നോക്കിയിരിക്കാൻ എന്ത് രസമാണ് നബിയേ, എന്ത് സുഖമാണ് റസൂലേ. ഇടതുഭാഗത്തിരുന്നാൽ എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ സഫിന്റെ വലതുഭാഗത്തിരിക്കാൻ മത്സരം നടത്തിയ, നറുക്കിടേണ്ടി വന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ശബീഹുക ബദറുൽ ലൈൽ വൽ അംദ അൻവറു വവജൂക മിമ്മായിൽ